നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീനയുമായുള്ള കളിക്ക് ശേഷം, കളിയിൽ തോറ്റതിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം അർജന്റീനിയൻ കളിക്കാരനെ തല്ലി. വലന്റൈൻ ബാർക്കോയെ ആണ് ബെല്ലിംഗ്ഹാം പിറകിൽ നിന്ന് തല്ലിയത്. തലയ്ക്ക് പിറകിൽ നിന്ന് നല്ല ഊക്കോടുകൂടി തന്നെയാണ് തല്ലിയത്. ആഘോഷിക്കുകയായിരുന്നു വലന്റൈൻ ബാർക്കോ വിജയം, അർജന്റീനയുടെ വിജയം. ലൗതാരോ മാർട്ടിനസിനെ പോലുള്ള താരങ്ങൾക്കൊപ്പം ആഘോഷിക്കുന്ന വലന്റൈൻ ബാർക്കോയുടെ പിറകിൽ പോയി ബെല്ലിംഗ്ഹാം അദ്ദേഹത്തിൻ്റെ കഴുത്തിന് ഇടിക്കുകയായിരുന്നു, കഴുത്തിലേക്ക് അടിക്കുകയായിരുന്നു. എന്തായാലും ബാർക്കോ ഉടൻ തന്നെ തിരിഞ്ഞ് അദ്ദേഹത്തെ തള്ളുന്നുണ്ട്, ചെറുതായി ഒന്ന് തള്ളി ബെല്ലിംഗ്ഹാമിനെ. അപ്പോഴേക്കും മറ്റുള്ളവർ ഇടപെട്ട് അവിടെ സമാധാനം കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവർ ഇടപെട്ട് ബാർക്കോനെ പറഞ്ഞ് മനസ്സിലാക്കി മാറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും കളിക്ക് ശേഷം നിരാശയൊക്കെ ബെല്ലിംഗ്ഹാമിന് നിരാശ കൊണ്ടാണ് ബെല്ലിംഗ്ഹാം ഇതൊക്കെ ചെയ്തത് എന്ന് നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ നിരാശ എത്രത്തോളം ഏതൊക്കെ പരിധി വിട്ടു പോകുന്നു എന്നത് തീർച്ചയായിട്ടും വലിയ പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഈ നിലയിലുള്ള ഒരു പെരുമാറ്റം ഒരു കാരണവശാലും ബെല്ലിംഗ്ഹാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ ലോകകപ്പിൽ 6 ഗോളടിച്ച് സൂപ്പർ താരമായി നിൽക്കുന്ന ബെല്ലിംഗ്ഹാം, അദ്ദേഹം കളിയിലെ അച്ചടക്കം തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു പ്രകടനം, ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായത് തീർത്തും ന്യായീകരിക്കാനാകാത്തതാണ്. ബെല്ലിംഗ്ഹാം നിരാശനായിരുന്നു, അത് സ്വാഭാവികമാണ്. തോൽവിയിൽ എല്ലാവരും നിരാശരാകും. പക്ഷേ ആ നിരാശയൊക്കെ ഇങ്ങനെ പുറത്ത് കളയാൻ നിന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എന്തായാലും അവിടെ മറ്റുള്ളവർ ഇടപെട്ടത് കൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയില്ല.